ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ദിസ് ഇസ് ലക്ഷ്മി കൃഷ്ണ ആൻഡ് യു വാച്ചിങ് നാടൻ അടുക്കള. അപ്പോൾ ഞാൻ നാടൻ അടുക്കളയിൽ നിന്ന് തയ്യാറാക്കുന്ന ഒരു ചോല മസാലയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമുക്കൊരു പേസ്റ്റ് തയ്യാറാക്കണം. അതിനായിട്ട് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു 3 മീഡിയം സൈസ് സവാള, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സി ജാറിലിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെ അരയ്ക്കാൻ ശ്രമിക്കുക. അരയുന്നില്ലെങ്കിൽ ഒരല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നോക്കി ഇത് അരയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ഒരല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നു. വെള്ളം ഒരുപാട് ചേർക്കരുത്, ചേർത്താൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ കുക്കിംഗ് ടൈം നിറയാവും കേട്ടോ. അതുകൊണ്ട് ഇത്തിരി വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞു വേണം. അപ്പോൾ നമ്മുടെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനായിട്ടൊരു ടൊമാറ്റോ പേസ്റ്റ് വേണം. അതിന് 2 തക്കാളി എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമുക്ക് മിക്സി ജാറിലിട്ട്, ഇപ്പോൾ തക്കാളിക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ടതായിട്ടില്ല, അല്ലാതെ തന്നെ അത് നന്നായിട്ട് അരഞ്ഞു വരുന്നുണ്ടോ. ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി പേസ്റ്റും ടൊമാറ്റോ പേസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ചന മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരല്പം കൂടുതൽ എണ്ണ യൂസ് ചെയ്യണം. ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറുള്ളതായതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് 2 ബേ ലീഫ്, ഒരു ഏലക്കായ, ഒരു കഷ്ണം പട്ട, പിന്നെ ഒരല്പം ജാതിപത്രിയും ഒരല്പം ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തീ നന്നായിട്ട് കുറയ്ക്കുക, അല്ലെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂണോളം നമുക്ക് മുളക് പൊടിയുടെ ആവശ്യമുണ്ട്, അതും ചേർത്ത് കൊടുക്കണം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, ഇല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് ചേർക്കുക, ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ പൊടി ഒട്ടും കരിയാണ്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന നമ്മുടെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഉള്ളിയിലുള്ള ജലാംശം മുഴുവൻ മാറിയിട്ട് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഉള്ളി ഒന്ന് കുക്കായി കിട്ടും. ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരല്പം ജീരകപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്കൊരല്പം ചോല മസാല ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ധാരാളം പല ബ്രാൻഡുകളിലും വാങ്ങാൻ കിട്ടും. അതിലേതെങ്കിലും ഒരു ബ്രാൻഡ് വാങ്ങി യൂസ് ചെയ്താലും മതി. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ ചോല മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു റെസിപ്പി ഇനിയൊരു ദിവസം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇത് വിസിലൊന്നും ഇടാണ്ട് തന്നെ കുക്കർ വെറുതെ മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈർപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. മസാലകളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇത് നമുക്കൊരല്പസമയം മൂടി വെച്ച് ഈ ടൊമാറ്റോൻ്റെ റോ സ്മെല്ലൊന്ന് പോകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. കുക്കർ വെറുതെ മൂടി വെച്ചാൽ മതി, വിസിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതാണ്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് തുറന്ന് നോക്കാം. അതേ നമ്മുടെ ടൊമാറ്റോയും നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ മസാലകളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് ശരിക്കും വഴണ്ട് വന്നിട്ടില്ല കേട്ടോ. പച്ചമണമൊന്നും മാറി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന, ഇതിപ്പോൾ ഒരു 1/4 കിലോ നമ്മുടെ കാബൂളി ചന ഉണ്ടല്ലോ, വെള്ളക്കടല, അത് കുതിർത്തതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഈ കാബൂളി ചനയും ഈ മസാലകളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു 1-2 മിനിറ്റ് അങ്ങനെ ഇരുന്ന് ഒന്ന് ലൈറ്റായിട്ടൊന്ന് അതും കൂടെ ഒന്ന് വഴണ്ട് വരട്ടെ. ഈ രീതിയിൽ നമ്മൾ കടല ഇതിലേക്ക് ചേർത്ത് അല്പസമയം മൂടി വയ്ക്കുമ്പോൾ ആ ഫ്ലേവറെല്ലാം ആ കടലേക്ക് പിടിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം ഏതാണ്ട് നമ്മൾ ചേർത്ത മസാലകളും ഉള്ളിൻ്റെയും തക്കാളിൻ്റെയും ഒക്കെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 കപ്പ് വെള്ളം ചേർക്കുന്നു. ഇപ്പോൾ ഗ്രേവിയുടെ തിക്നെസ്സിനനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൊണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഒരല്പം ഗരം മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിത്
മൂടി വെച്ച് വിസിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ. 5 വിസിൽ വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക. കുക്കറിലെ പ്രഷർ മുഴുവൻ റിലീസായതിനു ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ കടലയ്ക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ പ്രഷറൊക്കെ റിലീസായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നോക്കി ആവശ്യത്തിനുള്ള ചാറോട് കൂടി നമ്മുടെ ചന മസാല തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ മസാലകളോടൊപ്പം ചേർത്ത് കടല വേവിക്കുമ്പോൾ അത് വേവുമെന്നുള്ള ഡൗട്ടൊന്നും വേണ്ട കേട്ടോ. നന്നായിട്ട് വെന്ത് വരും കേട്ടോ. ഇത് നോക്കി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല ഫ്ലേവറൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഈ കറി ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ചോളി മസാല കുറച്ചുകൂടി ടേസ്റ്റി ആക്കാനായിട്ട് നമുക്കൊരല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒന്നിളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റി ചന മസാല അല്ലെങ്കിൽ ചോളി മസാല എത്ര പെട്ടെന്നാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയതല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്കിഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലുള്ള നല്ലൊരു കറിയാണിത്. അപ്പോൾ എത്ര പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കിയെടുത്തതല്ലേ. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ഫ്ലേവറുള്ള നല്ലൊരു കറിയാണിത്. അപ്പോൾ നമുക്കൊരല്പം ഓണിയൻ റിങ്സും ലെമൺ സ്ലൈസസും ഒക്കെ വെച്ചിട്ട് ഇത് സെർവ് ചെയ്യാം കേട്ടോ. ഈ കറീനെ കൂടെ പച്ചയ്ക്ക് ഇങ്ങനെ കുറച്ച് ഓണിയൻ ചേർത്ത് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പീസിനായിട്ട് LK's നാടൻ അടുക്കള സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.